പിറ്റേന്ന് അതിഥി ഉറക്കമുണരുമ്പോൾ അരുണിൻ്റെ കരവലയത്തിലായിരുന്നു അവൾ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോട്ടം പായിച്ചു. അവൻ്റെ മുഖത്തുകൂടെ അവളുടെ വിരലുകൾ ഇഴയാൻ തുടങ്ങി. അവളുടെ വിരലുകൾ അവൻ്റെ കഴുത്തിലെത്തിയതും അവൻ അവളുടെ കൈകളിൽ പിടുത്തമിട്ടതും ഒന്നിച്ചായിരുന്നു. അവൾ ഞെട്ടിക്കൊണ്ട് അരുണിനെ നോക്കി. അവൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതും അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിക്കാൻ ഒരുങ്ങിയതും അവൻ അവളുടെ ചുണ്ടുകൾ അവൻ്റേതാക്കി മാറ്റിയിരുന്നു. ഒരു ദീർഘനേര ചുംബനം. ചുംബനത്തിൽ രക്തച്ചുവ കലർന്നതും അവൻ ചെറുതായി ഒന്ന് കടിച്ചു വിട്ടുകൊണ്ട് അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അരുൺ, എന്താ നീ കാണിച്ചത്? എന്ത് കാണിച്ചു? എന്ത് കാണിച്ചു എന്നോ? ഒന്നും അറിയാത്ത പോലെ. അവളത് പറഞ്ഞതും അവൻ അവളെ ഇറുകെ പുണർന്നു. എന്നിട്ട് മുറിഞ്ഞ ചുണ്ടിൽ ചെറിയൊരു ചുംബനം നൽകി. കോളേജിൽ പോകണ്ടെന്ന്, നീ പോയി ഫ്രഷ് ആവും. ഞാൻ അപ്പോഴേക്കും നിനക്കുള്ള ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം. അതും പറഞ്ഞ് അരുൺ അവളെ വാഷ്റൂമിൽ കയറ്റി വിട്ടതിന് ശേഷം റൂമിൽ നിന്നും വെളിയിൽ പോകുന്നു. ശേഷം അരുൺ ഡ്രസ്സും വാങ്ങി വന്ന് അതിഥിക്ക് കൊടുത്തു. അവൾ അതും ധരിച്ചു വന്നതും ഇരുവരും കോളേജിലേക്ക് ഇറങ്ങുന്നു. ഫാം ഹൗസിൽ കുക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് വെളിയിൽ നിന്നും കഴിക്കാമെന്ന് ഇരുവരും തീരുമാനിക്കുന്നു. കാർ നേരെ പോയി നിന്നത് ഒരു കോഫി ഷോപ്പിന് മുന്നിലാണ്. ഇറങ്ങ്, അരുൺ അത് പറഞ്ഞതും അതിഥി കാറിൽ നിന്ന് വേഗം തന്നെ ഇറങ്ങി. ശേഷം രണ്ടുപേരും ഷോപ്പിനുള്ളിൽ കയറി. അരുൺ ഉള്ളിൽ കയറിയതും ഷോപ്പിൻ്റെ മാനേജർ വന്ന് അവർക്ക് ടേബിളെല്ലാം കാണിച്ചു കൊടുത്തു. അവർ അവിടെ പോയി ഇരുന്നതും വെയിറ്റർ വന്നു. അരുൺ കോഫിയും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റുമാണ് രണ്ടുപേർക്കും ഓർഡർ കൊടുത്തത്. അവർ അത് കഴിച്ചെഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളോട് അവിടെ തന്നെ ഇരിക്കാൻ അരുൺ പറഞ്ഞു. അവനെ സംശയഭാവത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിഥി. അരുൺ ചെയറിൽ നിന്നും എഴുന്നേറ്റ് അതിഥിക്ക് അരികിലായി വന്നു നിന്നു. ശേഷം മുട്ടിലൊന്ന് നിന്നുകൊണ്ട് പോക്കറ്റിൽ നിന്നും ഒരു റിങ് എടുത്ത് അതിഥിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, അതിഥി, വിൽ യു മാരി മീ? അത് കേട്ടതും അതിഥി ഒന്ന് ഞെട്ടി. ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവന് നേരെ കൈവിരലുകൾ നീട്ടി കാണിച്ചു. അവളുടെ വിരലിൽ മോതിരം അണിയിച്ചതും അവൾ അവനെ ഇറുകി പുണർന്നു. ശേഷം അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, യെസ്. അപ്പോൾ അരുണിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നീട് അത് വന്യമായി മാറി. പോവാം നമുക്ക്. വഴിനീളെ അതിഥി റിങ്ങിൽ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. കാർ കോളേജ് ഗേറ്റ് കടന്ന് പാർക്കിംഗ് ഏരിയയിൽ എത്തി നിന്നു. അതിഥി അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ക്ലാസ്സിലോട്ട് പോകട്ടെ? ആ, പൊയ്ക്കോ. വൈകിട്ട് പാർക്കിംഗ് ഏരിയയിലോട്ട് വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ശരി. ഒന്ന് നിന്നേ, നിൻ്റെ ചുണ്ടിലെ മുറിവ്. അതിഥി സംശയഭാവത്തിൽ അരുണിനെ നോക്കി. അല്ല, മുറിവ് നിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ കുട്ടിപ്പിശാശ്, അവൾ എന്തായാലും ചോദിക്കും. പറയാൻ ഒരു കള്ളവും കണ്ടുപിടിച്ചുകൊണ്ട് പൊയ്ക്കോ. നീയേ സത്യം പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് പോയാരും. അതും പറഞ്ഞ് അതിഥി ക്ലാസ് റൂമിലേക്ക് പോയി. ക്ലാസ് റൂമിലെത്തിയതും അതിഥിയെ നോക്കിയിരിക്കുകയാണ് നീതു. അതിഥിയെ കണ്ടതും നീതു, എടി അച്ചു, എന്താണ് ഇന്നലെ ഉണ്ടായത്? കോളേജിൽ എന്തൊക്കെയോ പറയുന്നു, നിന്നെ അരുൺ ചേട്ടനെയും പറ്റിയൊക്കെ. പിന്നെ നിന്നെ ആ റോയ് ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നൊക്കെ അറിഞ്ഞല്ലോ. എന്താ അച്ചു ശരിക്കും ഉണ്ടായത്? നീ ഒന്ന് പറ. ഞാൻ പറയാടി, ആദ്യം നീ എനിക്കൊരു ഗ്യാപ്പ് തായോ കാര്യം പറയാനായിട്ട്. ആ ശരി, നീ പറ. ശേഷം അതിഥി ഉണ്ടായ കാര്യങ്ങളൊക്കെ നീതുവിനോട് പറഞ്ഞു. അപ്പോൾ നീ ഇന്നലെ മുഴുവൻ ആ ചേട്ടൻ്റെ കൂടെ ആയിരുന്നോ? എടി, അപ്പോൾ നിങ്ങൾ തമ്മിലൊക്കെ കഴിഞ്ഞോ? എന്ത് കഴിഞ്ഞോന്ന്? അല്ല, ഇന്നലെ മുഴുവൻ നീ ആ ചേട്ടൻ്റെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ എടി നീതു, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അല്ല, ഞാനെൻ്റെ ഒരു സംശയം ചോദിച്ചതാ. നീ ഇങ്ങനെയുള്ള സംശയം ചോദിക്കൽ നിർത്തിക്കോ. അല്ലടി, നിന്റെ ചുണ്ടിലെന്താ? നീ തുടങ്ങിയോ വീണ്ടും? അതിഥി ഒന്ന് പരിങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, നിർത്തി. നീതു ചുണ്ടിന് മേലെ സിപ്പിടുന്ന പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടതും അതിഥി അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. പതിയെ ചിരി നീതുവിലേക്കും പടർന്നു. വൈകുന്നേരമായപ്പോൾ അതിഥി അരുണിനെയും കാത്ത് പാർക്കിംഗ് ഏരിയയിൽ പോയി നിന്നു. അപ്പോഴും അവളുടെ ചിന്തകളിൽ തലേന്ന് രാത്രിയിലെ ഓർമ്മകളായിരുന്നു. അതോർത്ത് പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന അവളുടെ മുൻപിൽ അരുൺ കാർ കൊണ്ട് നിർത്തി. പെട്ടെന്ന് കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. ഏത് ലോകത്താ നീ? അരുൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഏയ് എന്ന് തലയാട്ടി. വാ, കയറ്. അവൾ ചെറിയ നാണത്തോടെ കാറിലോടി കയറി. അവളുടെ സീറ്റ് ബെൽറ്റ് ഇടാൻ നോക്കിയപ്പോൾ അത് സ്റ്റക്കായിരുന്നു. അവൾ ആഞ്ഞു വലിച്ചു നോക്കി. അപ്പോഴും അത് വരുന്നില്ല. പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ അവൻ്റെ കൈകൾ സീറ്റ് ബെൽറ്റിൽ പിടിച്ചിരുന്നു. ഞാൻ ഒന്ന് നോക്കട്ടെ, അരുൺ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവളുടെ ശ്വാസം അവൻ്റെ ചെവിയോരത്ത് തട്ടി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാനായി പതിയെ തല ചിരിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനടുത്തെത്തിയപ്പോൾ അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. കുറച്ചു നേരം അവൾ അവൻ്റെ ചുംബനം പ്രതീക്ഷിച്ചിരുന്നു. അനക്കമില്ലാതായപ്പോൾ അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അരുണിനെ നോക്കി. പോവാച്ചു.
അവൻ കള്ളച്ചിരി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. അവളാകെ ചമ്മിപ്പോയിരുന്നു. മുഖത്ത് നോക്കാതെ തന്നെ അവൾ തലയാട്ടി. അരുൺ കാർ സ്റ്റാർട്ട് ചെയ്തു. കാർ അതിഥിയുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. അവൾ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. എന്നിട്ട് അരുണിൻ്റെ ഡോറിൻ്റെ സൈഡിൽ ചെന്ന് നിന്നു. ഞാൻ പോട്ടെ, നാളെ കാണാം. അതും പറഞ്ഞ് അതിഥി ഗേറ്റ് തുറന്ന് ഉള്ളിലോട്ട് കയറിയതും പുറകിൽ തന്നെ വരുന്ന അരുണിനെ കണ്ട് അതിഥി ഞെട്ടി. അരുൺ, എങ്ങോട്ടാ? നീ കാണുന്നില്ലേ? അതല്ല, വീടിനുള്ളിലോട്ട് എങ്ങോട്ടാ? അതോ, അത് ഞാൻ എൻ്റെ ഭാവി മദറിൻലോയും ഫാദറിൻലോയും ഒന്ന് കാണാമെന്ന് കരുതി. എന്തിന്? അതിഥി നിസ്സഹായതയോടെ ചോദിച്ചു. അതോ, അതെനിക്ക് അവരുടെ മോളെ കെട്ടിച്ച് തരുമെന്ന് ചോദിക്കാൻ. അയ്യോ അരുൺ, ഇപ്പോൾ എന്തേ, ഇപ്പോൾ വേണ്ടേ? അതല്ല, ഇത്ര പെട്ടെന്ന്. എത്ര പെട്ടെന്ന്? നിനക്ക് പ്രായപൂർത്തിയായതല്ലേ? അതല്ല അരുൺ, എൻ്റെ 3rd ഇയർ കൂടി കഴിഞ്ഞിട്ട് പോരാ ഇതൊക്കെ. അതിന് നീ കല്യാണം കഴിഞ്ഞെന്ന് കരുതി കോളേജിൽ പോകാതിരിക്കണ്ട. മാത്രമല്ല, എൻ്റെ 3rd ഇയർ ഫിനിഷ് ആവുന്നവരെ ഞാനുണ്ടാവും കൂടെ. അതും പറഞ്ഞുകൊണ്ട് അരുൺ വീട്ടിനുള്ളിലേക്ക് കയറിയിരുന്നു. പേടിയോടെ അതിഥിയും അവൻ്റെ പുറകെ അകത്തേക്ക് കയറി. അവരെ കണ്ടതും അതിഥിയുടെ അമ്മ ലക്ഷ്മി, ആ മോനോ, ഇരിക്ക്. അപ്പോഴേക്കും കൃഷ്ണമൂർത്തി അങ്ങോട്ട് വന്നിരുന്നു. അയാളെ കണ്ടതും അരുണിൻ്റെ കണ്ണുകൾ രക്തവർണ്ണമായിരുന്നു. ആ അരുണോ, മോനെ ഇരിക്ക്. അയാളത് പറഞ്ഞതും അരുൺ അവിടെ ഇരുന്നു. ലക്ഷ്മി, കോഫി എടുക്കും മോന്, കൃഷ്ണമൂർത്തി പറഞ്ഞു. അങ്കിൾ, എനിക്ക് വളച്ചു കെട്ടി സംസാരിക്കാനൊന്നും അറിയില്ല. എനിക്ക് അങ്കിളിൻ്റെ മോളെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അരുൺ അത് പറഞ്ഞതും കൃഷ്ണമൂർത്തിയുടെ കണ്ണുകൾ അതിഥിക്ക് നേരെ നീണ്ടു. മോനെ, അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ മോളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. മോനും 3rd ഇയർ കംപ്ലീറ്റ് ആയില്ലല്ലോ. അത് അങ്കിൾ, 3rd ഇയർ കംപ്ലീറ്റ് ആവാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ CEO ആയി ജോയിൻ ചെയ്യാൻ പോവുകയാണ്. പിന്നെ അച്ചു കോളേജിൽ കല്യാണം കഴിഞ്ഞാലും പൊയ്ക്കോട്ടെ, അതിനെന്താ? അങ്കിൾ പെട്ടെന്നൊരു മറുപടി പറയണമെന്നില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ മോനെ, കോഫി കുടിച്ചില്ല. അത് സാരമില്ല ആൻറ്റി, ഇനിയൊരിക്കലാവാം. അതും പറഞ്ഞ് അരുൺ അതിഥിയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അരുൺ പോയതിന് ശേഷം കൃഷ്ണമൂർത്തി, അച്ചു മോളെ, അപ്പയ്ക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. മോളുടെ ഇഷ്ടത്തിന് മേലെ അപ്പയ്ക്കൊന്നുമില്ലെന്ന് മോൾക്കറിയാലോ. പിന്നെ അരുൺ, 2 ദിവസം മുന്നേ അരുണിൻ്റെ മുത്തച്ഛനെ വിളിച്ചിരുന്നു. എല്ലാം എന്നോട് പറഞ്ഞു. അവനെന്തായാലും നേരിട്ട് വന്ന് സംസാരിക്കുമെന്നും പറഞ്ഞിരുന്നു. ഞങ്ങൾ അപ്പോഴേ എൻ്റെ സമ്മതം അറിയിച്ചിരുന്നു. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം നടത്തണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മോളുടെ ഇഷ്ടം കൂടി അറിഞ്ഞിട്ട് ആവാമെന്ന് കരുതി ഞാൻ. മോളെന്താ പറയുന്നത്? അത് പറഞ്ഞതും അതിഥി ഒന്ന് പുഞ്ചിരിച്ചു. പതിയെ പുഞ്ചിരി അവളുടെ അപ്പയിലേക്കും പടർന്നു. ശേഷം വർമ്മ മാൻഷനിൽ അരുൺ ഹാളിനകത്തേക്ക് കയറിയതും, എന്തായി, കല്യാണമൊക്കെ ഉറപ്പിച്ചോ? മുത്തച്ഛ, അത് കൃഷ്ണമൂർത്തി എന്നെ വിളിച്ചിരുന്നു. ഇപ്പോൾ കോൾ കട്ട് ചെയ്തതേ ഉള്ളൂ. അയാൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അത് കേട്ടതും അരുണിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നീട് അതിൽ ദുരൂഹതയും നിറഞ്ഞു. അരുൺ റൂമിൽ ചെന്ന് ഫ്രഷായി പുറത്തിറങ്ങിയപ്പോൾ ഫോണിൽ അതിഥിയുടെ കോൾ വന്നു. അരുൺ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, എന്താ വൈഫി, എന്നെ അത്ര പോലും കാണാതിരിക്കാൻ പറ്റില്ലെന്നായോ? അതൊന്നുമല്ല, അപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചു, അത് പറയാൻ വിളിച്ചതാ. അപ്പോൾ അതിഥി കൃഷ്ണമൂർത്തി ഇനി മുതൽ മിസ്സസ് അരുൺ വസുദേവ് വർമ്മ ആവാൻ പോകുന്നു എന്നും പറഞ്ഞ് അവൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്തായിരുന്നു ഇങ്ങനെ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ട്, അല്ലാതെന്താ? അരുൺ മറുപടി കൊടുത്തു. മുത്തശ്ശൻ അടുത്ത മാസം ആദ്യം തന്നെയുള്ള ഒരു ഡേറ്റ് നോക്കി വെച്ചിട്ടുണ്ട്. അതുതന്നെ പോരെ? നിൻ്റെ അപ്പയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് മുത്തച്ഛൻ പറഞ്ഞത്. എന്നാൽ ഇപ്പം എൻ്റെ മോള് പോയി കിടന്നുറങ്ങിക്കോ. ഇന്ന് ഒരുപാട് ഫയൽസ് നോക്കാനുണ്ട്. ഓക്കെ അരുൺ, ബൈ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അതിഥി കോൾ കട്ട് ചെയ്യുന്നു. പിറ്റേന്ന് അതിഥി റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയതും അരുണിൻ്റെ കാർ വെളിയിൽ നിൽക്കുന്നതാണ് കണ്ടത്. അവൾ അങ്ങോട്ട് പോയതും അരുൺ, വാ കയറ് മിസ്സസ് അരുൺ. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാറിൽ കയറി. പോകുന്ന വഴിയിൽ, അരുൺ, ഇത് കോളേജ് റോഡല്ലല്ലോ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതൊക്കെ നിനക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും, കുറച്ച് ക്ഷമിക്ക്. കാർ എത്തുന്നത് വർമ്മ മാൻഷന് മുന്നിലാണ്. അരുൺ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പോർച്ചിലേക്ക് കാർ കയറ്റി. ഇറങ്ങ് എന്നും പറഞ്ഞുകൊണ്ട് അരുൺ അതിഥിക്ക് ഡോർ തുറന്നു കൊടുത്തു. അവൻ അവൾക്ക് അവിടെ ഉണ്ടായിരുന്ന മാനേജറിനെയും സെർവൻസിനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. ശേഷം വീട് ചുറ്റി നടന്ന് കാണിച്ചു. ശേഷം ഒരു റൂം എത്തി നിന്നതും, ഇതാണ് നമ്മുടെ റൂം, കയറ്. അതിഥി ഉള്ളിൽ കയറി. നല്ല വിശാലമായൊരു റൂം. അതിലൊരു കിങ് സൈസ് ബെഡും സോഫയും ചെയറും മാത്രം. റൂമിനോട് ചേർന്ന് വാഷ്റൂമും ഡ്രസ്സിംഗ് റൂമും. അവളത് നോക്കി നിൽക്കുമ്പോൾ അരുൺ അവളെ പുറകിലൂടെ വന്ന് വയറിൽ ചുറ്റിപ്പിടിച്ചു. അവളെ തൻ്റെ നെഞ്ചോടടുപ്പിച്ചു. അതിഥി ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീടൊന്ന് പുഞ്ചിരിച്ചു. ഇതാണ് നമ്മുടെ റൂം, എൻ്റെയും നിൻ്റെയും മാത്രം.
അത് പറയുമ്പോൾ അരുണിൻ്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ കയറി പൊക്കിൾ ചുഴിയിൽ കുസൃതി കാട്ടിക്കൊണ്ടിരുന്നു. അരുൺ, വേണ്ട, വിട് എന്നും പറഞ്ഞുകൊണ്ട് അതിഥി കുതറി മാറാൻ ശ്രമിച്ചു. അതെന്താ വേണ്ടാത്തത്? ഞാനല്ലേ നിൻ്റെ അരുൺ, പിന്നെന്താ? അതിഥി ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അവൻ അവളെ പിടിച്ച് സോഫയിൽ അവൻ്റെ മടിയിൽ കയറ്റിയിരുത്തി. എന്നിട്ട് അവളുടെ മാറിടത്തിലേക്ക് മുഖം പൊഴുത്തി. അരുൺ, അവളൊന്ന് നീങ്ങിപ്പോയി. അപ്പോൾ അവൻ അവിടെ നിന്നും മുഖമുയർത്തി അവളുടെ കഴുത്തിൽ കണ്ട നീല ഞരമ്പിൽ ഒന്ന് കടിച്ചു വിട്ടു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളും അവനെ നോക്കുകയാണ്. ശേഷം അവളെ അവൻ കൈകളിലേന്തി ബെഡിൽ കൊണ്ടു കിടത്തി.